പത്തനംതിട്ട തിരുവല്ല ശ്രീ വല്ലഭ ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ആനകൾ ഇടഞ്ഞു. 7 പേർക്ക് പരിക്കേറ്റു. ഇടഞ്ഞ ആന മറ്റൊരു ആനയെ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. ക്ഷേത്രത്തിലെ ശീവേലി നടക്കുന്നതിനിടയിലാണ് സംഭവം. 2 ആനകളെയും തളച്ചിട്ടുണ്ട്. ശ്രീരാജ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീരാജ്, ആനകളെ തളച്ചു എന്ന് മനസ്സിലായി. ഈ ദൃശ്യങ്ങളിൽ തന്നെ ആളുകൾ പരിഭ്രാന്തരായി ഓടുന്നതൊക്കെ കാണാം. ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ? ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വേണം. ഒപ്പം തന്നെ ഈ ആന ഇടഞ്ഞു എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിലേക്ക് ഉത്സവത്തിനായി പുറത്തുനിന്നും കൊണ്ടുവന്ന ആനകളാണോ? ക്ഷേത്രത്തിലെ ശീവേലിക്കായി എത്തിച്ച 2 ആനകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിൽ വേണാട്ടുമറ്റം ഉണ്ണിക്കുട്ടൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ഇത് ജയരാജ് എന്ന മറ്റൊരാനയുടെ പിന്നിൽ കുത്തുകയായിരുന്നു. ഇതോടെ ഈ ആനകൾ ഇറങ്ങി ഓടി. ഈ ആളുകൾ നിന്ന ഭാഗത്തേക്കാണ് ഓടിയത്. അതായത് ഈ ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന്റെ ഭാഗമായി കലാപരിപാടി നടക്കുന്ന ആ ഭാഗത്തേക്കാണ് ആനകൾ ഓടിയത്. ഇത് ആന ഓടി വരുന്നത് കണ്ട് ഈ അമ്പലത്തിൽ ഉണ്ടായിരുന്ന ആളുകളും ഓടി. ഈ ഓടിയാണ് പലർക്കും പരിഭ്രാന്തരായി ഓടി വീഴുന്നതിനിടെയാണ് പലർക്കും പരിക്കേറ്റിട്ടുള്ളത്. 7ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. എന്നാൽ ഇവരുടെ ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഇവരെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ശുശ്രൂഷ നൽകിയിട്ടുണ്ട്. ഇടഞ്ഞ ആനയുടെ മുകളിൽ 2 കീഴ്ശാന്തിമാരും ഉണ്ടായിരുന്നു. ഇവരുൾപ്പെടെയാണ് 7 പേർക്ക് പരിക്കേറ്റിട്ടുള്ളത്. എന്നാൽ ആരുടെയും പരിക്ക് അത്ര ഗുരുതരമല്ല. ഉണ്ണിക്കുട്ടൻ വേണാട്ടുമറ്റം ഉണ്ണിക്കുട്ടൻ എന്ന ആന തിരുവനന്തപുരത്ത് നിന്നും എത്തിച്ചതാണെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജയരാജ് എന്ന് പറയുന്ന ആന ക്ഷേത്രത്തിലെ ആന തന്നെയാണ്. എന്തായാലും മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആന ഇടഞ്ഞ ഉടൻ തന്നെ ശരി ശ്രീരാജ്, പത്തനംതിട്ട തിരുവല്ല ശ്രീ വല്ലഭ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടയിലാണ് ആന ഇടഞ്ഞത്. പരിക്കുകൾ പലർക്കും സംഭവിച്ചെങ്കിലും ഈ പരിക്കുകളൊന്നും ഗുരുതരമല്ല എന്നുള്ളത് ആശ്വാസകരം. ആനകളെ തളച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു പത്തനംതിട്ടയിൽ നിന്ന് ശ്രീരാജ് ബാബു.